കാതലും കടന്നുപോകും. നളൻ കുമാരസ്വാമിയിൽ നിന്നും നമ്മൾ പ്രതീക്ഷ ആ ഡാർക്ക് ഹ്യൂമർ അല്ല ഈ സിനിമ. പകരം ഏറ്റവും പ്രിയപ്പെട്ട ആരോ ചെവിയിൽ മന്ത്രിക്കുന്ന ഒരു രഹസ്യം പോലെയാണിത്. ഇതിലെ കതിരവൻ ഒരു പരാജയപ്പെട്ട റൗഡിയാണ്. ഒരു പക്ഷെ അയാൾക്ക് പോലും അയാളെ ഇഷ്ടമല്ലായിരിക്കും. യാഴിനിയാകട്ടെ നഗരത്തിന്റെ യാന്ത്രികയിൽ ജോലി നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ടു പോയ ഒരു പെൺകുട്ടിയും. ഈ രണ്ട് ധ്രുവങ്ങൾക്കിടയിൽ ഉടലെടുക്കുന്ന ആ കെമിസ്ട്രിക്ക് നളൻ നൽകിയ പേര് പ്രണയം എന്നല്ല, മറിച്ച് അതിജീവനം എന്നാണ്. நீங்க உண்மையிலே ரவுடியா? ஏன் இல்ல, எப்பவுமே உங்க முகத்துல தான் காயமா இருக்கு. வாய் முட்டை எப்ப நான் சாப்பிடுறது? யோவாவா വായ് കിൽച്ചോ. വിജയ് സേതുപതിയുടെ കരിയറിലെ ഏറ്റവും അണ്ടർ റേറ്റഡ് പെർഫോമൻസുകളിലൊന്ന്. യാതൊരു ആവേശവുമില്ലാതെ നിസ്സംഗതയോടെ അയാൾ നടന്നു പോകുന്ന ഓരോ ഫ്രെയിമിലും ഒരു കവിതയുണ്ട്. പാർല പ്രശ്നനാ ഒരു ഊരുല ഒരേ ഒരു വീര. മഡോണ സെബാസ്റ്റ്യൻ അവതരിപ്പിച്ച യാഴിനി എന്ന കഥാപാത്രം ചെന്നൈ പോലൊരു നഗരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഏതൊരാളുടെയും നേർചിത്രമാണത്. സന്തോഷ് നാരായണന്റെ പശ്ചാത്തല സംഗീതം വെറും ഒരു ഈണമല്ല, മറിച്ച് ഈ സിനിമയുടെ ജീവൻ തന്നെയാണെന്ന് പറയാം. ഒടുവിൽ സിനിമ അവസാനിക്കുമ്പോൾ ഇവർ തമ്മിൽ ഒന്നിച്ചോ പിരിഞ്ഞോ എന്നതിനേക്കാളും നമുക്ക് ടച്ചിങ് ആയി തോന്നുന്നത് ഇവർ തമ്മിൽ പരസ്പരം നൽകിയ ഒരു ആശ്വാസമാണ്. சார், சாப்பிட போலாமா? പസിക്കുது. ജീവിതം നമ്മളെ എറിഞ്ഞുടയ്ക്കുമ്പോഴെല്ലാം മുറിവേറ്റവർക്ക് മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഒരു രഹസ്യ ഭാഷയുണ്ടെന്ന് ഈ സിനിമ പറയുന്നുണ്ട്. കതിരും യാഴിനിയും സ്ക്രീനിൽ നിന്ന് മറയുമ്പോൾ നമ്മളും തിരിച്ചറിയുന്നു, നഷ്ടപ്പെടലുകളും തോൽവികളും വെറും ഇടവേളകൾ മാത്രമാണ്. കാരണം കാതലും കടന്നുപോകും, ജീവിതവും.